നോക്കിക്ക് എത്ര പേരാ തലയാട്ടി. അഗ്നിപർവ്വതം പുകയാത്ത വല്ലവരോട് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും ബ്രദറെ. അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടാനാ ഞങ്ങൾ ഈ കൈയും കൊട്ടി 2 പാട്ടൊക്കെ പാടുമ്പം ചെറിയൊരു ആശ്വാസം കിട്ടും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും അത് അഗ്നിപർവ്വതം പുകയാനും തുടങ്ങും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ പലരുടെയും ഉള്ളിൽ ഇരുന്ന് അഗ്നിപർവ്വതം ഇരുന്ന് പുകയാനുള്ള കാരണം എന്താ? തലനരച്ച ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ 95% പേരുടെ പ്രശ്നം, ഒരാൺകുഞ്ഞ് പിറന്നപ്പോഴേക്ക് അവർ അയൽവക്കത്തൊക്കെ മധുരപലഹാരം വിളമ്പിയത് ഒരാൺകുഞ്ഞ് പിറന്ന സന്തോഷത്തിൽ. പൊന്നുപോലെ താഴെയും വെക്കാതെ, താഴെ വെച്ചാൽ ചെതലരിക്കും മുകളിലും വെക്കാതെ പൊക്കിക്കൊണ്ട് നടന്നു പോറ്റിയത്. കൈ വളരുന്നു, കാല് വളരുന്നു. ചിലരൊക്കെ പട്ടിണി കിടന്ന്, ദാരിദ്ര്യമായിരുന്നു, പട്ടിണി കിടന്ന് ഈ കുഞ്ഞിനെ പോറ്റിയത്. ഞങ്ങളോ പഠിച്ചില്ല, ഇവനെ 2 അക്ഷരം പഠിപ്പിക്കണം എന്ന് കരുതി പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ആ മക്കളെ ഓർത്തല്ലേ നിങ്ങൾ ചിലരുടെ കണ്ണ് നിറയുന്നത്? എല്ലാവരുടെയും അല്ല, ചിലരുടെ കണ്ണ് നിറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും ഉപദേശം അവനിഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉപദേശം ഇഷ്ടമല്ലാത്തൊരവസ്ഥ വന്നാൽ ദയവ് ചെയ്ത് മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്തേക്കണം. ഈ ഉപദേശം ആർക്കാണ് ആവശ്യം ചോദിച്ചാൽ ഈ മുൻനിര കുറച്ച് കുട്ടികൾ ഇരിപ്പുണ്ട്, ഇവർക്ക് ആവശ്യം. കാരണം അവർ ലോകം കണ്ടിട്ടില്ല. നല്ലതേത്, അതിന്റെ വരും പരായികളെ കുറിച്ച് അവർക്ക് വലിയ അറിവില്ല. യുവത്വത്തിലേക്ക് വന്നൊരു യുവതിക്കും യുവാവിനും ശരിയേത് തെറ്റേതെന്ന് അറിയാം. ശരിയേത് തെറ്റേതെന്ന് അറിഞ്ഞിട്ടൊരു വ്യക്തി തെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് തെറ്റാണ് മോനെ എന്ന് പറയുമ്പോൾ പറയുന്ന വ്യക്തിയോട് വിരോധം തോന്നും. അപ്പൊ ഇനി നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉപദേശം കൂട്ടുന്നോ അത്രത്തോളം നിങ്ങളുടെ ബന്ധങ്ങൾ വഷളാകാനേ സാധ്യതയുള്ളൂ. മദ്യപിച്ചു വരുന്ന ഒരു ഭർത്താവിനെ ഭാര്യയെ എത്ര ഉപദേശിക്കുന്നോ നിങ്ങളുടെ ബന്ധം അത്രയും വഷളാകുകയുള്ളൂ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അമേരിക്കക്കാര് സ്കൈലാബ് വിക്ഷേപിച്ചിരിക്കുക. അങ്ങനെ അമേരിക്കക്കാരുടെ നിയന്ത്രണം അനുസരിച്ച് സ്കൈലാബ് അനുസരിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അമേരിക്കയായിട്ടുള്ള ബന്ധം, സ്കൈലാബിന്റെ ബന്ധം നഷ്ടപ്പെട്ടു. അതവിടുന്ന് പിടിവിട്ട് താഴേക്ക് പോരുക സ്കൈലാബ്. ഇത് സൃഷ്ടിക്കാൻ സാധിച്ചു, അവിടെ വരെ എത്തിക്കാൻ സാധിച്ചു. ഇപ്പൊ ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റും. ടൺ കണക്കിന് ഭാരമുള്ളത്. ലോകത്ത് എവിടെ, ഏത് പട്ടണത്തിൽ, ആരുടെ തലയിൽ, ആരുടെ വീടിന്റെ മുകളിൽ വീഴും എന്നുള്ളത് അറിയാൻ പറ്റില്ല. അവസാനം അവർ പറഞ്ഞത്, ലോക രാഷ്ട്രങ്ങളോട് അവർ അപേക്ഷിച്ചതാണ്, പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചില മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു, ഒരു 10-40 മനസ്സ് ഏകീകരിച്ച് ഒരു പിൻ പോയിന്റിലേക്ക് തിരിച്ചു വിട്ടാൽ നിർജീവ വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് മനസ്സിനുണ്ടെന്നാ പറയുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാർ ഈ പറഞ്ഞ കാര്യം കർത്താവ് പണ്ട് പറഞ്ഞത്, 10-40 മനസ്സൊന്നും വേണ്ട, നീ ശങ്കിക്കാതെ നീ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ വീഴും. ഇതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മനഃശക്തിയെ കുറിച്ച് ഒരു 10-40 പേര് ഈ ലക്ഷ്യം വെച്ച് ആ സ്കൈലാബിലേക്ക് അവരുടെ മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ നിർജീവ വസ്തുക്കളെ ചലിപ്പിക്കാൻ പറ്റും. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ, ഞാനൊന്ന് മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. സ്കൈലാബ് താഴത്തേക്ക് പോന്നുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളുടെ ലീവ് പോലും നിഷേധിച്ചു, ഇത് വീണിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു. ഏതായിരുന്നാലും അനേകരുടെ കണ്ണീരിലുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ തന്നെയാണ് അത് ഭൂമിയിൽ പതിച്ചത്. ഈ ഉദാഹരണം ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ അമേരിക്കക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു സ്കൈലാബ് എങ്കിൽ ഇന്ന് അവരുടെ നിയന്ത്രണത്തിലല്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മകൻ, മകൾ, ഭാര്യ, ഭർത്താവ് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ഇനി ഒന്നേ ചെയ്യാൻ പറ്റൂ, തിരുമുമ്പിൽ ഈ അപ്പൻ, അമ്മ, ഈ ഭാര്യ, ഈ ഭർത്താവ് നിങ്ങൾ ആർക്കു വേണ്ടി കണ്ണുനീരൊഴുക്കുന്നോ, ഇവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കുടുംബത്തിൽ ആളുണ്ടോ, ഇതൊന്നും എവിടെയും പോയി നശിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മിലിറ്ററിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഇളയമ്മയുടെ മകള്, ഞാൻ മേരി ചേച്ചി എന്ന് വിളിക്കും, ആ മേരി ചേച്ചിയുടെ ദീർഘകാലത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാനൊരു നവീകരണത്തിലേക്ക് വരുന്നതും ഈ വഴി കണ്ടെത്തുന്നത്. എൻ്റെ അമ്മ മരിച്ച സമയത്ത് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് മേരി ചേച്ചി പട്ടാള ക്യാമ്പിലേക്ക് ഒരു എഴുത്തെഴുതി. അതിൽ റോമാക്കർക്കിയത് ലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എഴുതി അയച്ചിരിക്കുന്നത്. 28-ാമത്തെ വാക്യം, റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. എനിക്ക് ആ എഴുത്ത് വായിച്ചിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുവരെ ഞാനൊരു ഭക്തനാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആ രീതിയിലായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മേരി ചേച്ചിക്ക് എഴുതി, കണ്ണും കാതുമില്ലാത്തൊരു അന്ധനായ ദൈവത്തെ കുറിച്ച് ഇനി മേലിൽ എനിക്ക് എഴുതരുത്. കേരളം വിട്ടി അന്യ നാട്ടിൽ കഴിയുന്ന ഞങ്ങൾക്കറിയേണ്ട നാട്ടിലെ വിശേഷം എന്തെങ്കിലും അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുത്തങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞു. മേരി ചേച്ചി എഴുതുന്ന 6 പേജും മറ്റുമൊക്കെ അച്ചടി പോലെ ചെറുതായിട്ടാണ് 6 പേജും മറ്റുമൊക്കെ എഴുതാറുള്ളത്. ഞാൻ അതിന്റെ ആദ്യ പേജ് വായിച്ചു, 2-ാമത്തെ പേജിന്റെ നടു വായിച്ചു, 3-ാമത്തെ പേജിന്റെ അവസാനം വായിച്ചു, 6-ാമത്തെ പേജിന്റെ അവസാനം നാട്ടുവിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. എഴുതിയ വ്യക്തിയെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരു വിശുദ്ധനായിട്ട് അഭിനയിച്ചു പോരുകയും. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് എഴുതിയപ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പോഴാണ് ഞാൻ മറുപടി എഴുതിയത്, ഈ ദൈവത്തെക്കുറിച്ച് ഇനി മേലിൽ എനിക്ക് എഴുതരുത്. അന്ന് മുതൽ ഒരൊറ്റ വാക്ക് ഈ ദൈവത്തെക്കുറിച്ച് എനിക്ക് എഴുതുന്ന എഴുത്തിൽ എഴുതിയിട്ടില്ല. ഇവര് തൊടുപുഴ, മുതലക്കുടം, ഞാൻ വയനാട് മാനന്തവാടി 2 മാസത്തെ അവധിക്ക് വരുമ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ താമസിക്കാറുണ്ട്. ഒരൊറ്റ വാക്ക് ദൈവത്തെക്കുറിച്ച് എന്നോട് മിണ്ടിയിട്ടില്ല. 82-ൽ ധ്യാനം കൂടി, 84-ൽ പട്ടാള ക്യാമ്പിൽ ജോലി രാജിവെച്ചു, ഈ രംഗത്തേക്ക് കടന്നു വന്നു. ഇടവ പള്ളികളിലൊക്കെ ധ്യാനം നടത്തി തുടങ്ങി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മേരി ചേച്ചി പ്രാർത്ഥിക്കാനിരിക്കുന്ന രൂപത്തിന്റെ ആ അപ്പുറത്തുനിന്ന് ഒരു എഴുത്തെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ എഴുത്ത് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, കാരണം അത് മിലിറ്ററി ഇല്ലൻ്റാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഞാൻ അയച്ച എഴുത്തായിരിക്കുമല്ലോ. അതെന്റെ തന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിൽ 2 സ്ഥലത്ത് മഷി പരന്നിട്ടുണ്ട്. ഇനി മേലിൽ കണ്ണും കാതുമില്ലാത്ത ഒരു അന്ധനായ ദൈവത്തെക്കുറിച്ച് എനിക്ക് എഴുതരുന്ന് പറഞ്ഞ ഭാഗം വായിച്ചപ്പോൾ മേരി ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർത്തുള്ളികളാണ്. ആ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ആ എഴുത്ത് മടക്കി ആ രൂപത്തിന്റെ പുറകിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ മകൻ അയച്ച എഴുത്താണ്, നീ ഇതിന് മറുപടി കൊടുത്തേക്കാൻ പറഞ്ഞു. ആ മറുപടിയാണ് ഇപ്പോഴിവിടെ ഒന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഉപദേശിച്ച് ആരെ നന്നാക്കാൻ ശ്രമിക്കുന്നു അത് വഷളാകുകയുള്ളൂ ബന്ധം. കാരണവന്മാര് പറയും അടയ്ക്കാൻ മടിയിൽ വെക്കാം, അടയ്ക്കാൻ മരം മടിയിൽ വെക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ, ഇത് ബന്ധം തകർന്നു പോയി. നിങ്ങളെ കൊണ്ട് പറ്റില്ല ഇത് കൂട്ടിച്ചേർക്കാൻ, പക്ഷെ പറ്റുന്ന ഒരാളുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും എവിടെയും പോയി നശിക്കാൻ പോകുന്നില്ല. കൗൺസിലിന് പോയി മനുഷ്യന്റെ ഉപദേശം തേടാൻ ആൾക്കാർ തയ്യാറാണ്. നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ തയ്യാറാണ്. തിരുമുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഏതൊരു ബന്ധമാണ് ശരിയാവില്ലാത്തത്? അതിന് ജീവിക്കുന്ന ഉദാഹരണമല്ലേ വിശുദ്ധ അഗസ്തീനോസിന്റെ. എത്ര മ്ലേച്ഛമായിട്ടാ മകൻ ജീവിച്ചത്. അമ്മ ചീത്ത വിളിച്ചിട്ടോ ശാസിച്ചിട്ടാണോ മകനെ നേർവഴിക്ക് കൊണ്ടുവന്നത്? മുട്ടുമടക്കി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മാറ്റം ഉണ്ടായില്ലേ? അങ്ങനെ ചിലരുടെ കണ്ണിപ്പോൾ ഈറൻ അണിയുന്നത്, ചിലരുടെ ജീവിതത്തിൽ ഒരു കടത്തണ്ണയിൽ അന്തി ഉറങ്ങാൻ തയ്യാറാ ഭർത്താവിന്റെ കൂടെ. സ്ഥലം ജപ്തി ചെയ്ത് പോയിക്കോട്ടെ, കുഴപ്പമില്ല. എന്റെ ഭർത്താവിന് എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചാൽ മതി. ഇന്ന് അതില്ല. വെറും ഒരു വേലക്കാരിയെ പോലെ വെച്ച് വിളമ്പി കൊടുക്കുന്നു, കഴിക്കുന്നു എന്നുള്ളതല്ലാതെ ഹൃദയം തുറന്ന് ഒരു വാക്ക് മിണ്ടിയിട്ട് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് കാലങ്ങൾ എത്രയായി. പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയതുകൊണ്ട് അത്ര വിഷമമായിട്ട് തോന്നുന്നില്ല. ഇതാണ് ഒരു കുടുംബ ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് കുരങ്ങിന്റെ കിട്ടിയ പൂമാല പോലെ പിച്ചു ചിന്തി അമ്മാനമാടാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. ഇവിടെ തന്നെ കുടുംബത്തെ നരകമാണാക്കി തീർത്തിരിക്കുന്നതെങ്കിൽ മരണശേഷവും കിട്ടുന്നത് അതിന്റെ പൂർണ്ണതയിലാണ്. ഇവിടുന്ന് തന്നെ സ്വർഗീയമായ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മരണശേഷം കിട്ടുന്നത് അതിന്റെ പൂർണ്ണതയിലാണ്. അപ്പൊ ഈ ബന്ധങ്ങൾ തകർന്നത് ശരിയാവണമെങ്കിൽ ദൈവം എത്ര നല്ലവനെന്ന് കുടുംബാംഗങ്ങൾ രുചിച്ചറിയണം. ആ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ഈ ദൈവത്തിന്റെ അടുത്ത് നിന്നല്ലാതെ വേറൊരാൾക്കും എന്റെ കുടുംബത്തെ എന്നെയും രക്ഷിക്കാൻ പറ്റില്ല. ഈ ബോധ്യത്തിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇതുകൂടിയാണ് ദൈവത്തെ രുചിച്ചറിയുക എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഒരു മറുവശം കൂടി ഞാൻ പറയാം. ഇനി അങ്ങനെ ഏറെ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നെങ്കിൽ, മാതാപിതാക്കൾ മക്കളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നെങ്കിൽ, മക്കൾ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് അധികപ്പറ്റല്ല, അത് അവർ അർഹിക്കുന്നത് തന്നെയാണ്. ഇനി കുറെ പേർക്ക് അത് കിട്ടി, കുറെ പേർക്ക് കിട്ടിയില്ല. ഈ കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ദൈവം ഒരു വചനം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 15-16 തിരുവചനങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 49, 15, 16 തിരുവചനങ്ങൾ. ഇത് ആർക്ക് വേണ്ടി പറയുന്നതാണ് ഈ വചനം കുറിച്ച് വെച്ചിരിക്കുന്നത്? മാനുഷിക ബന്ധങ്ങൾ തകർന്നതിന്റെ പേരിൽ ഹൃദയത്തിൽ മുറിവുള്ള മക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള തിരുവചനമാണ്. ഒരിക്കൽ കൂടി പറയാം. മാനുഷിക ബന്ധങ്ങൾ തകർന്നതിന്റെ പേരിൽ, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, മരിച്ചുപോയതായിരിക്കാം, അതിന്റെ മുറിവ് ഉണങ്ങുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും മരിച്ചുപോയാലും നമുക്ക് ദുഃഖം ഉണ്ടാവും. ദുഃഖവും മുറിവും രണ്ടും രണ്ടാണ്. നിങ്ങളുടെ ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവരുടെ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളുടെയോ വേർപാട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കാമുകനോ കാമുകിയോ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവർ കൂട്ടത്തിൽ ജീവിച്ചിട്ടും എന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ ആ മുറിവിലേക്ക് നോക്കി നിങ്ങൾ ജീവിതം പാഴാക്കിയിട്ട് ആവശ്യമില്ല.
ഇവിടെയാണ് ഹൃദയത്തിൽ ഈ കണക്ഷനിലൂടെ ദൈവം ആ മകനോട് ആ മകളോട് അവരുടെ ഹൃദയത്തിൽ ചോദിക്കുന്ന, മകനെ മകളെ, ആ നിനക്ക് ലഭിക്കാതെ പോയ ആ സ്നേഹം നിന്റെ സൃഷ്ടാവായി ഞാൻ നിനക്ക് തന്നാ പോരെ? മതി കർത്താവെ എന്ന് ആർക്കൊക്കെ ഉത്തരം പറയാൻ സാധിക്കുന്നോ അവരുടെ ജീവിതം അവിടെ വെച്ച് പുഷ്പിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത നന്മകള്, ആ വ്യക്തി എന്നോട് ചെയ്ത ദ്രോഹം, ഇത് രണ്ടും നമ്മൾ നോക്കി നോക്കി ഈ ജീവിതം മെഴുകുതിരി പോലെ ആർക്കും പ്രയോജനമില്ലാതെ ഉരുകി തീരും. മെഴുകുതിരി പോലെ പ്രയോജനമില്ലാതെ എന്ന വാക്ക് കൂട്ടിച്ചേർത്ത് കൂട്ടി വായിക്കണ്ട. ഉരുകിത്തീരുന്ന സ്വഭാവം മാത്രം എടുത്താൽ മതി. മെഴുകുതിരി പ്രയോജനമില്ലാതല്ല ഉരുകുന്നത്, അത് സ്വയം ഉരുകിക്കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുക. അതുപോലെ നമ്മൾ ഉരുകുന്നു, ആർക്കും എനിക്കും പ്രയോജനമില്ല മറ്റുള്ളവർക്കും പ്രയോജനമില്ല, ഉരുകിത്തീരുന്നാനുള്ളതല്ല ഈ ജീവിതം. അപ്പൊ നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചു, സ്നേഹിക്കേണ്ടവര് സ്നേഹിക്കുന്നില്ല, തള്ളി പറയുന്നു, ഇനിയും നിങ്ങൾ അങ്ങോട്ട് നോക്കി കണ്ണുനീര് ഒഴുക്കുന്നതിന് പകരം ആ ദൈവം വെച്ച് നീട്ടുകയാണ്, മകനെ മകളെ, നിന്റെ ഹൃദയവും നിന്റെ വേദനയും ഞാൻ അറിയുന്നു. ഇന്ന് വരെ 10-20 വർഷമായി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി കൈ കുമ്പിളുമാറ്റി ഭർത്താവിന്റെ പിന്നാലെ നീ നടന്നിട്ട് കണ്ണീരല്ലാതെ ഒരിറ്റ് സ്നേഹം നിനക്ക് കിട്ടിയിട്ടില്ല. ആ കുറവ് നിന്റെ സൃഷ്ടാവായി ഞാൻ പരിഹരിച്ചാ പോരെ എന്ന് ചോദിക്കുന്ന സ്വരം കേൾക്കാനും മതി കർത്താവെ എന്ന് ഉത്തരം പറയാൻ സാധിച്ചാൽ അവിടെ മുതലാണ് നമ്മുടെ ജീവിതം പുഷ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കുക. തിളപ്പിച്ച വെള്ളം ചെടിയുടെ ചോട്ടിലൊഴിച്ച അവസ്ഥയാണ് ചുരുക്കം ചിലരുടെ ജീവിതം. ഈ ദൈവസ്നേഹത്തിലേക്ക് തിരിയുമ്പോൾ അത് അവിടുന്ന് തളിരിടും, മുട്ടിടും, പൂക്കും, കായ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറ്റൊന്നാണ് ജീവിതത്തിലെ പരാജയങ്ങൾ. ഈ പ്രപഞ്ചം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്, മഴക്കാലം ഉണ്ടെങ്കിൽ വേനൽക്കാലം ഉണ്ട്, രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ രോഗം വരാം, സമ്പത്തുണ്ടെങ്കിൽ നഷ്ടപ്പെടാം, ദാരിദ്ര്യമുണ്ടെങ്കിൽ സമ്പത്ത് വരാം. ഇതൊക്കെ മാറി മറിഞ്ഞു വരുന്നതാണ് ഈ ലോക ജീവിതം. ഇത്രയെങ്കിലും യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്റെ വീട്ടിൽ എനിക്കോ എന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും രോഗം വരാൻ പാടില്ല. ഞങ്ങൾ കരിക്കട്ടയിൽ തൊട്ടാൽ അത് പൊന്നായി മാറിക്കൊള്ളണം. ഞങ്ങളുടെ ആരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിക്കാൻ പാടില്ല. ഇതൊക്കെ ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഈ ലോകത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ച ആ പ്രപഞ്ചം സുനാമി ഉള്ളതായിരുന്നില്ല. ഇവിടെ ക്യാൻസറോ എയ്ഡ്സോ മാനസിക രോഗമോ ഉള്ള പ്രപഞ്ചമായിരുന്നില്ല ദൈവം സൃഷ്ടിച്ചത്. മരണമുള്ള മനുഷ്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത്. നിരന്തരം നിത്യം ജീവിക്കാൻ വേണ്ടിയാണ് തന്റെ ഛായയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യന്റെ പാപം മൂലം ഈ ഭൂമി മൺതൊട്ട് ശാപഗ്രസ്തമായി. അതുകൊണ്ട് ഈശോ പറഞ്ഞു, പേടിക്കേണ്ട, ആ ശാപത്തിൽ നിങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം മനുഷ്യാവതാരം എടുത്ത് കാൽവരിയിൽ ക്രൂശിതനായിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും, എന്നാലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം സുഖദുഃഖങ്ങൾ കൂടി കലർന്നു വരും. ഒരു മകനും മകളും സുഖം മാത്രം പ്രതീക്ഷിക്കരുത്, ദുഃഖം മാത്രം പ്രതീക്ഷിക്കേണ്ട, ഇത് കൂടി കലർന്നു വരും. അപ്പോഴങ്ങനെ ചില ജീവിതങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, ചില തകർച്ചകൾ വരുമ്പോൾ, ആ സമയത്താണ് നമ്മൾ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കേണ്ടത്. അല്ലാത്തപ്പോൾ നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാ വാതിലുകളും എന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു, എല്ലാവരും എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്ന സമയത്താണ് ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ദൈവത്തെ തേടിയാൽ അവന്റെ തൊട്ടടുത്ത് ദൈവം നിൽപ്പുണ്ടാവും. ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് മരുഭൂമിയില്ല. ഇസ്രായേലിന്റെ ദൈവം ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ നടന്നത് മരുഭൂമിയിലായിരുന്നു. ചെങ്കടൽ വിഭജിച്ച് അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചപ്പോൾ അവിടെയാണ് ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതെങ്കിൽ തന്റെ മക്കൾ ഈ മരുഭൂമിയിലെ ചൂടിൽ ഉരുകി പോകാതിരിക്കാൻ പകൽ ഒരു മേഘസ്തംഭം നിഴൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു അവരുടെ മേൽ. ആ നിഴലിൽ അവർ യാത്ര ചെയ്തു. ഉഗ്ര വിഷമുള്ള സർപ്പങ്ങളുണ്ട് മരുഭൂമി. ഈ സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സർവശക്തരായ ദൈവം അവർക്ക് രാത്രി അഗ്നിസ്തംഭത്തില് ഒരു വെളിച്ചം കാണിച്ചുകൊണ്ട് കൊണ്ടു നടന്നു. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളെ നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് അവരിലൂടെ ലഭിക്കുന്നത്. എല്ലാവരും നിങ്ങളെ കൈവിട്ട് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയിൽ ഒരു മനുഷ്യനെ അല്ല ഇപ്പൊ ദൈവം നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ദൈവം നേരിട്ട് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ചില വ്യക്തിക്ക് ഭൂമിയിലെ ഒരു ദൈവസ്നേഹം രുചിച്ചറിയാത്തൊരു വ്യക്തിക്ക് തന്റെ മുമ്പിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളിൽ ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരമുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. അതേസമയത്ത് എന്റെ മുമ്പിലുള്ള പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കും, ഉത്തരവില്ല. അവന്റെ അന്തരാത്മാവിൽ ദൈവം പറയും,
എൻ്റെ ദൈവം എന്നെ കൈവിടില്ലെന്നൊരു ചിന്ത കിട്ടുക അവന്. എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ പലർക്കും തോന്നാം. ഒരിക്കലും മനുഷ്യൻ അയാളുടെ 2 മക്കളെ വിശാഖപട്ടണത്ത് നേഴ്സിങ്ങിന് പഠിപ്പിക്കുക. ഒരു കുട്ടിയെ വിശാഖപട്ടണത്ത് നേഴ്സിങ്ങിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം പഠിപ്പിക്കാൻ കഴിവുണ്ടായിട്ട് കൊണ്ടാക്കിയതല്ല, മകളുടെ ഭാവിയെ കരുതി എങ്ങനെയെങ്കിലും അങ്ങ് നടന്നു പോകുമെന്ന് കരുതി കൊണ്ടുപോയിട്ടു. പലപ്പോഴും കാശ് കൃത്യസമയത്ത് അയച്ചു കൊടുക്കാൻ സാധിച്ചില്ല. എല്ലാ കുട്ടികളും മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇവളെ പരിഹസിക്കും. എടി തിന്നാൻ വന്നിരുന്നാൽ പോരാ, പപ്പയോട് കാശ് അയച്ചു തരാൻ പറ. ചിലപ്പോൾ ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ പോകില്ല, വീട്ടിലെ സ്ഥിതി അറിയാം, അതുകൊണ്ട് വീട്ടിലേക്ക് എഴുതില്ല. മെസ്സിൽ പോയാലുള്ള പരിഹാസം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനും പോകില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പപ്പയെ അറിയിച്ചു. ഇയാൾ എല്ലാ സ്ഥലത്ത് എവിടെ പരതിയിട്ടും ഈ പ്രാവശ്യം കാശ് അയച്ചു കൊടുക്കാനുള്ള വക കണ്ടെത്താൻ സാധിച്ചില്ല. അയാളെ സംബന്ധിച്ച് അയാളുടെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പല വഴി മുട്ടി ഈ പ്രാവശ്യം കാശ് അയച്ചു കൊടുക്കാൻ സാധിച്ചില്ല. കർഷകർ ഉപയോഗിക്കുന്ന ഫുരുഡാൻ എന്ന് പറയുന്ന വിഷം ഇയാൾ കുറെ എടുത്ത് കഴിച്ച് ചാകാനായിട്ട്. പക്ഷെ ചത്തില്ല, അയാള് രക്ഷപ്പെട്ടു പോകുന്നു. ഈ മകളുടെ പഠനം പൂർത്തിയായി. ഒരു ഹോസ്പിറ്റലിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു വിവാഹ പരസ്യം പത്രത്തിൽ കണ്ടത്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവ് അവധിക്ക് വന്നിരിക്കുകയാണ്. അവന് ഈ അവധിയുടെ സമയത്ത് തന്നെ കല്യാണം നടത്തണം. ഒരു ഡിമാൻഡും അവൻ വെച്ചിട്ടില്ല. ആ പത്രത്തിൽ കണ്ട പരസ്യമായിട്ട് ഇവർ ബന്ധപ്പെട്ടു. അവൻ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിഞ്ഞു. ഏറെ താമസിയാതെ വിസ അയച്ചു കൊടുത്തു. ഇവൾ അമേരിക്കയിലേക്ക് പോയി. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ പപ്പയ്ക്ക് കുറെ ബാധ്യതയൊക്കെ ഉണ്ടല്ലോ, കാശ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറ, ഇവനും സഹായിക്കും. പപ്പയുടെ മുഴുവൻ കടങ്ങളും വീടി. ആ പ്രദേശത്തുള്ള കൊച്ചു കൊച്ചു ഭൂമികൾ, തുണ്ടു ഭൂമിയൊക്കെ ഇവർ വാങ്ങിച്ചു. ഇന്ന് ആ പപ്പയ്ക്ക് ഒരൊറ്റ സങ്കടം ഉണ്ടെങ്കിൽ ഉള്ളത്, എന്റെ കൈക്ക് 10 വിരലുള്ളൂ, 20 വിരലുണ്ടെങ്കിൽ 20 മോതിരം ഇടായിരുന്നല്ലോ. പിന്നെ അയാൾ ആ സങ്കടം തീർക്കുന്ന ഒരു വിരലിൽ 2 മോതിരം വീതിട്ടുണ്ട്. ഒരു കാറൊക്കെ സംഘടിപ്പിച്ചൊരു കൊച്ചു മുതലാളിയായി ഇവിടെ. ഈ മനുഷ്യനാണ് ജീവിതത്തിലെ എല്ലാ വാതിലും കൊട്ടി അടയ്ക്കപ്പെട്ടു. ഇവന്റെ ജീവിതത്തിൽ ഒരു ഒറ്റ വഴി ആത്മഹത്യയേ ഉള്ളൂ. അതൊരു വഴിയല്ലത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവൻ കുറെ ആചാര അനുഷ്ഠാനങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടി. വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ദൈവത്തെ അവൻ രുചിച്ചറിഞ്ഞിട്ടില്ല, അവൻ അത്ര നല്ലവനാണ്. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടതുപോലെ എല്ലാ വഴികളും തീർന്നതുപോലെ പലവട്ടം തോന്നിയിട്ടുണ്ടാകും. ഈ സമയത്താണ് ഒരു വിശ്വാസി ദൈവത്തിലേക്ക് അവന്റെ കണ്ണുയരേണ്ടത്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. 34-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ദൈവത്തെ നോക്കുന്നവരാണ്. ആ നോട്ടത്തിനും എല്ലാവരും കൈവിട്ട് കഴിയുമ്പോൾ, എല്ലാ വാതിലും കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ ദൈവത്തെ നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം ദൈവത്തെ നോക്കുന്നവരെ. ഈ നോട്ടത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം അധ്യായം 32, 10-11 തിരുവചനങ്ങൾ. അവിടെ പറയുകയാണ്, ശൂന്യത ഓരിയിടുന്ന മണലരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടുമുട്ടി. മണലരണ്യം എന്ന് പറയുമ്പോൾ ആ നാടുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം മണലാരണ്യത്തിന്റെ പ്രത്യേകത. ഒരു കൃത്യമായിട്ട് വഴിയില്ല, തണൽ വൃക്ഷമില്ല, കുടിവെള്ളമില്ല, വഴിപോക്കലുമില്ല. ചക്രവാളം മരുഭൂമിയിൽ മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ശൂന്യത ഓരിയിടുന്ന, ആരും എന്നെ സഹായിക്കാനില്ലാത്ത ശൂന്യത തളം കെട്ടി കിടക്കുന്ന മരുഭൂമിയിൽ ഞാൻ അവനെ കണ്ടെത്തി എന്നാണ് തിരുവചനം പറയുന്നത്. ഈ മരുഭൂമി എന്ന് പറയുന്നത് രാജസ്ഥാനിലേക്കോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ പോകണ്ട. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യ ജീവിതം 6 അടി മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുൻപ് എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരു മരുഭൂമി കടക്കാനുണ്ടേ, കടന്നേ മതിയാവും. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്ക് എത്തുന്നതിന് മുൻപ് ഒരു മരുഭൂമി കടക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിച്ച മനുഷ്യ ജീവിതം 6 അടി മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുൻപ് കോടീശ്വരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും നമുക്കെല്ലാം ഒരു മരുഭൂമി കടക്കാനുണ്ട്. എന്ന് വെച്ചാൽ എന്റെ ബുദ്ധി, സാമർഥ്യം, സമ്പത്ത് ഇതെല്ലാം പരാജയപ്പെടുന്ന ചില സാഹചര്യങ്ങളും, അതിന്റെ അപ്പുറത്ത് ഒരു അദൃശ്യ ശക്തി, ദൈവത്തിന്റെ സഹായം എനിക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു അവസരം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുബായ് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഈ ഭാഗം വിവരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മാന്യ വ്യക്തി ടവലെടുത്ത് കണ്ണു തുടയ്ക്കുന്ന എന്റെ ശ്രദ്ധയപ്പെട്ടു. ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിത അനുഭവം അതേപടി വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, എന്താ അനുഭവം? ഞാനുമായിട്ട് സംസാരിക്കുന്നതിന് 25 വർഷം മുൻപ് അദ്ദേഹം അന്ന് ഇവിടുന്ന് നിയമവിരുദ്ധമായിട്ട്, വിസയും വേണ്ട, പാസ്പോർട്ടും വേണ്ട,
ഒരു 500 രൂപ കൊടുത്താൽ ആൾക്കാരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ വഞ്ചിയിൽ എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ കുടുംബം പോറ്റാൻ വേണ്ടി 500 രൂപ സംഘടിപ്പിച്ച് അദ്ദേഹം യാത്രയായി. ഏതാനും മണിക്കൂർ, 3.5-4 മണിക്കൂർ പ്ലെയിനിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം 15 ദിവസം എടുക്കും ഈ വഞ്ചിയിൽ യാത്ര ചെയ്യാൻ. 15-ാം ദിവസം പ്രഭാതത്തില് ഈ വഞ്ചിയിലെ തൊഴിലാളികൾ പറഞ്ഞത് ആ കാണുന്നതാണ് ദുബായ്. ഇയാൾ എത്തി നോക്കിയപ്പോൾ ഇയാള് ഈ കടലിലേക്ക് എടുത്ത് എറിയുക ചെയ്യുന്നു, തള്ളിയിടുക ചെയ്തു. ഗൾഫ് കടൽ പെട്ടെന്ന് ആഴത്തിലേക്ക് പോകുന്നതല്ല, ഇത്രയും തിരകളുമില്ല. ഒരു 3 മണി സമയം കൂരിരുട്ട് വ്യാപിച്ച് കിടക്കുക. ഇയാൾ അയാൾ തീരം ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവർ പോലീസിന്റെ പിടിയിൽ അകപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് അടുത്ത് എത്തിയിട്ട് തള്ളിയിട്ടിട്ട് പോയത്. ഇയാള് നീന്തി കരപറ്റി. ഒരു വശത്ത് അന്ധകാരം വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയാണെങ്കിൽ മറുവശത്ത് ഇളകി മറിയുന്ന തിരമാലകള്. അന്ധകാരം വ്യാപിച്ചു കിടക്കുന്ന ഒരു മലയാളി ഇതിന്റെ നടുവിൽ നിൽക്കുക. ഏത് രാജ്യത്തിന്റെ തീരത്താണ് അവരെന്നെ ഇറക്കിയിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഭാഷ അറിയില്ല. ഒരു ചില്ലി കാശ് കയ്യിലില്ല. കുടിവെള്ളമില്ല. 15 ദിവസത്തെ കടൽ ചുരുക്കൊണ്ട് ഛർദ്ദിച്ച് അവശനായ ഒരു മനുഷ്യക്കോലം ഒരു കടൽക്കര നീക്കുക. ഇപ്പോഴാ മനുഷ്യന്റെ മനസ്സ് പറയുകയാണ്, ഞാൻ എന്റെ നാട്ടിൽ ചിരട്ടയെടുത്ത് ഭിക്ഷ യാചിച്ചാലും ഈ രീതിയിൽ ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി ലക്ഷ്യമില്ലാതെ അയാൾ മുന്നോട്ട് നടക്കുക. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഏതോ മണൽക്കൂനയുടെ അപ്പുറത്ത് സൂര്യൻ തലപൊക്കി പെട്ടെന്ന് ഈ ചക്രവാളം മരുഭൂമിയിൽ മുട്ടി നിൽക്കുന്നു. ചൂടുകൊണ്ട് മണൽ ചുട്ടുപഴുത്തു തീ കാറ്റടിക്കാൻ തുടങ്ങി. ഇയാളുടെ തലയ്ക്ക് മീതെ കഴുകൻ കൂട്ടം വട്ടമിട്ട് പറക്കുന്നു, മരുഭൂമിയിൽ ചത്തുവീഴുന്ന മൃഗങ്ങളെ കൊത്തി തിന്നാനായിട്ട്. കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. കാലെടുത്തു വെച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയില്ല. ഇയാള് തളർന്ന് ബോധം കെട്ട് തറയിൽ വീഴുമ്പോൾ ഇയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്ത ഇതാണ്, ഈ കടലിന് അക്കരെയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ഇനി കാണില്ല. പിന്നെ അയാള് അബോധാവസ്ഥയിലേക്കായി. ആ മനുഷ്യൻ കണ്ണു തുറക്കുന്ന കോഴി കൂവുന്ന ശബ്ദം കേട്ട് അയാൾക്ക് മനസ്സിലായി ഇവിടെ എവിടെയോ മനുഷ്യവാസമാണ്. അങ്ങ് അകലെ ഒരു അറബിയുടെ കുടില് കണ്ടു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പട്ടണങ്ങൾ വളരെ മനോഹരമായിട്ട് മോടി പിടിപ്പിക്കുമെങ്കിലും വളരെ ദരിദ്രരായ മനുഷ്യർ അവിടെയുള്ളു. ഇയാൾ ആ കുടില് ലക്ഷ്യം വെച്ച് നടന്നു. ഭാഷ അറിയില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, സ്നേഹത്തിന്റെ ഭാഷ. അത് മതിയായിരുന്നു ഇയാളുടെ ആവശ്യം മനസ്സിലാക്കാൻ. ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ആ അറബിക്ക് ഇയാളോട് കരുണ തോന്നാൻ ദൈവം ഇടയാക്കി. വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുത്തു. ദുബായ് വരെ ചെല്ലാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു. പോലീസിന്റെ പിടിയിലായി, ജയിലിലായി. അയാൾക്ക് ആശ്വാസമായി. ഏതായാലും ജീവൻ നിലനിർത്താൻ ഭക്ഷണം കിട്ടുമല്ലോ. നാളുകൾ കടന്നുപോയി. ഇനിയാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഇവിടെ തിരുവചനം പറയുകയാണ്, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. 1 പത്രോസ് അധ്യായം 5, 6, 7 തിരുവചനങ്ങൾ. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളൂ. ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവൻ മരുഭൂമിയിൽ കിടന്ന് മൃഗത്തെ പോലെ ചാകണം എന്നുള്ളതല്ല ദൈവഹിതം. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള യാത്രയായിരുന്നു ഈ കണ്ടത് മുഴുവൻ. ഈ യാത്ര കല്ലും മുള്ളും നിറഞ്ഞതാണ്. ഈ യാത്രയുടെ അനന്തരഫലം അത് ഏറ്റവും പ്രതീക്ഷാ നിർഭരമാണെങ്കിലും ഈ യാത്ര കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് പലപ്പോഴും സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നത്.